ശ്രീ അനിൽ. ബൈജു, ഇതാ നേരത്തെ ആക്ഷൻ കൗൺസിലിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഒരുപക്ഷെ കേരളത്തിൽ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉയർന്നു വരേണ്ടതുണ്ട് എന്നാണ്. അത്തരം സാധ്യതകളൊന്നും ഈ പരാതി നൽകേണ്ടവർ നേരത്തെ ചിന്തിച്ചിട്ടുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും ആക്ഷൻ കൗൺസിൽ ഇപ്പോൾ വലിയ ആഹ്ലാദത്തിൽ തന്നെയാണ്. കാരണം അവർ മുന്നോട്ട് വെച്ചൊരു ആവശ്യം അംഗീകരിക്കപ്പെടുന്നു. അത് നിരന്തരമായി നമ്മൾ വാർത്തയായി നൽകുന്നതിലൂടെ ഇത്തരം ചില സാധ്യതകൾ കൂടി ഇപ്പോൾ ഈ അനിൽ സൂചിപ്പിച്ചതുപോലെ ഇത് സംസ്ഥാനത്തിന് പുറത്തു നിന്നും അടക്കമുള്ള പരാതികളായി വരുവാനുള്ള സാധ്യതകൾ കൂടി കാണുന്നുണ്ടോ? അത്തരം നിയമ സാധ്യതകൾ കൂടി ഈ സംഘം അല്ലെങ്കിൽ ഈ ആക്ഷൻ കൗൺസിൽ പരിഗണിക്കുന്നുണ്ടോ? തീർച്ചയായും അത്തരം നടപടികളിലേക്കാണ് ആക്ഷൻ കമ്മിറ്റി കടക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ അനീഷിന്റെ സംഭവം തന്നെ അത് കേരളത്തിലും തളിപ്പറമ്പാണ് അവരുടെ അമ്മ ഉള്ളത്. അതുകൊണ്ട് അവിടെയും പരാതി നൽകാൻ ഇപ്പോൾ അവർ തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല അവർ നമ്മോട് അല്പസമയം മുമ്പ് ബന്ധപ്പെട്ടിരുന്ന വലിയ സന്തോഷത്തിലാണ്. കാരണം രാവിലെ അദ്ദേഹം നമ്മളെ കാണാനായി മാത്രമാണ് ബംഗളൂരുവിൽ നിന്നും ഇവിടെ എത്തിയത്. നമ്മൾ നിരന്തരം വാർത്ത നൽകിയതുകൊണ്ട് തന്നെ നമ്മളെ കാണാൻ ഇവിടെ എത്തുന്നു, നമ്മൾ ആ വാർത്ത നൽകുന്നു. അപ്പോഴും അദ്ദേഹത്തിന് അത്ര വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അല്പസമയം മുമ്പ് അദ്ദേഹം സംസാരിക്കുമ്പോൾ വലിയ ആശ്വാസം പങ്കുവച്ചു. ഇന്ന് വൈകിട്ട് അദ്ദേഹം തിരിച്ച് ബംഗളൂരുവിലേക്ക് തന്നെ പോവുകയാണ്. കാരണം ഇവിടെ നിൽക്കുന്നത് അദ്ദേഹത്തിന് സുരക്ഷിതമല്ല. കാരണം രാവിലെ പ്രഭാത ഭക്ഷണം കഴിക്കാൻ പോലും ഹോട്ടലുകളിൽ പോകുമ്പോൾ വിളിച്ചു ചോദിച്ച് കൃത്യമായി അറിയുന്ന സ്ഥലങ്ങളിൽ പോകുന്ന ഒരു സാഹചര്യം പോലും ഉണ്ട്. കാരണം അത്രയും ഭയപ്പെട്ടാണ് ഇന്ന് രാവിലെ വരെ അദ്ദേഹം ഉണ്ടായിരുന്നത്. ഇപ്പോൾ വലിയ ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് കാണാൻ സാധിച്ചു. എന്തായാലും അതുപോലെ ഒരുപാട് പേരുണ്ട്. അവർക്കെല്ലാം ഒരു ആത്മവിശ്വാസം പകരുന്നത് തന്നെയാണ് തീരുമാനം. കാരണം ഈ കേസ് ഏത് വിധേനയും അട്ടിമറിക്കപ്പെടും എന്ന ഒരു ആശങ്ക ഇവർക്കൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ വരെ ഉണ്ടായിരുന്നു. അതാണ് മഹേഷ് ഷെട്ടി, ഇവരുടെ നേതാവ്, ഇവരുടെ എല്ലാം സൗജന്യ ജസ്റ്റിസ് ഫോർ സൗജന്യ എന്ന ഒരു കൂട്ടായ്മ തുടങ്ങിയതൊക്കെ മഹേഷ് ഷെട്ടിയുടെ നേതൃത്വത്തിലാണ്. അദ്ദേഹത്തിന് ഒരുപാട് ഭീഷണികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹം പോലും ഇന്ന് രാവിലെ പറഞ്ഞത് ആ രീതിയിലായിരുന്നു. കേരളത്തിൽ നിന്നുള്ള ആളുകളുടെ സഹായം വേണം, അവിടെ പരാതി ഉള്ളവർ അത് പരാതി നൽകണമെന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ അദ്ദേഹവും ഇപ്പോൾ ഇത് സ്വാഗതം ചെയ്തിരിക്കുന്നു. കാരണം അവർ ആവശ്യപ്പെട്ട പ്രകാരമുള്ള ഒരു അന്വേഷണ സംഘത്തെ തന്നെ, അത് പ്രത്യേകിച്ച് DGP തലത്തിൽ തങ്ങൾക്ക് വിശ്വാസം DGP ആണ്, DGP മേൽനോട്ടം വഹിക്കുന്ന ഒരു സംഘം വേണമെന്ന ആവശ്യം തന്നെയാണ് ഇവർ തുടക്കം മുതൽ പറഞ്ഞത്. അത് തന്നെ സംഭവം അന്വേഷണ സംഘം ആ രീതിയിൽ തന്നെ ആയിരിക്കുന്നു. മുതിർന്ന IPS ഉദ്യോഗസ്ഥനായ പ്രണവ് കുമാർ മോഹന്തിയെ നിയമിച്ചിരിക്കുകയാണ് സംഘത്തിലേക്ക്. അതുകൂടാതെ IPS ഉദ്യോഗസ്ഥരായ MN അനുചേത്, സൗമ്യ ലത IPS, ജിതേന്ദ്ര കുമാർ IPS എന്നിവരെയും നിയമിച്ചിരിക്കുന്നു. അത് കൃത്യമായി ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ട പ്രകാരം അവരുടെ ആ ആവശ്യപ്രകാരം തന്നെ പരിഗണിച്ചിരിക്കുന്നു. അതിനുമപ്പുറം എല്ലാ മിസ്സിംഗ് കേസുകളും കർണാടകയിലെ ആ കേസുകൾ കൂടി ഈ അന്വേഷണ പരിധിയിൽ ഈ സംഘത്തിന് വരുമെന്ന് പറയുമ്പോൾ കൂടുതൽ സംഭവങ്ങൾ, രഹസ്യങ്ങൾ ചുരുളഴിയും. ഈ മണ്ണെടുത്തുള്ള പരിശോധനയ്ക്ക് വളരെ വേഗത്തിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് ഇതിൽ നിന്നും കാണുന്നത്. കാരണം ശുചീകരണ തൊഴിലാളിയുടെ ജീവൻ അപകട ഭീഷണിയിലാണ്. എത്രയും പെട്ടെന്ന് ആ നടപടി കടക്കണമെന്ന് ആവർത്തിച്ച് ഇവർ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും അത്തരം നടപടികളിലേക്ക് തന്നെ വളരെ വൈകാതെ കടക്കുമെന്നൊരു ആത്മവിശ്വാസം ആക്ഷൻ കമ്മിറ്റി പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും കൂടുതൽ പേർ പരാതിയുമായി വരുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുള്ള സ്ഥിതിക്ക് വലിയ ഒരു അന്വേഷണ സംഘത്തിന് രൂപീകരിച്ചിരിക്കുന്നു. ധർമ്മസ്ഥല പോലീസിലുള്ള മുഴുവൻ വിശ്വാസവും ഇവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അഭിഭാഷകർ ഉൾപ്പെടെ വലിയൊരു സംഘം ഇതിനുവേണ്ടി രാവും പകലും എന്നില്ലാതെ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ എല്ലാം പ്രവർത്തനത്തിന്റെയും കൂട്ടായ്മയുടെയും ഒരു ഫലം കൂടിയാണ് ഇത്. അതിൽ നമ്മൾ ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അത് ലോകത്ത് മുന്നിൽ എത്തിച്ചു എന്നത് മാത്രമാണ് നമ്മുടെ ഒരു ദൗത്യം. അതിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായി. പക്ഷേ ഇപ്പോഴും ആ പ്രതിസന്ധിയെല്ലാം മറികടന്ന് നമ്മൾ ആ പോരാട്ടം തുടരുന്നു. ഈ അവർക്ക് നീതി ലഭിക്കും വരെ ഈ പോരാട്ടത്തിനൊപ്പം നിൽക്കാൻ നമ്മൾ നേരത്തെ തീരുമാനിച്ചു. അത് ന്യൂസ് 18 കൃത്യമായ ദൗത്യം ഏറ്റെടുത്ത് കൃത്യമായ ആ വാർത്തകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡിബേറ്റ് ഉൾപ്പെടെ നിരന്തരം നമ്മൾ ഈ വിഷയം എടുത്ത് ചർച്ച ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതിലൊരു കൃത്യമായൊരു വിജയം ഈ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനത്തിൽ ഉണ്ടായിരിക്കുന്നു എന്ന് വേണം പറയാൻ. അവർ ഈ കാര്യത്തിൽ വലിയ ആശ്വാസവുമാണ്. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ഈ അന്വേഷണം ആരംഭിക്കണമെന്ന ഒരു ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇനി വൈകിയാൽ തെളിവുകൾ പലതും നഷ്ടപ്പെട്ടേക്കാം. അതല്ലെങ്കിൽ ഒരു പക്ഷേ ഇവർ ഭയന്നത് ഈ മൃതദേഹങ്ങൾ ഉണ്ടെന്ന് പറയുന്ന ആ പ്രദേശത്ത് ഏതെങ്കിലും തരത്തിൽ അത് നശിപ്പിക്കാൻ, ആ തെളിവുകൾ നശിപ്പിക്കാൻ വരെ ഒരു സാധ്യത ഉണ്ട് എന്നാണ്. കാരണം അത് പ്രധാന പാതയിൽ നിന്നും 1-2 കിലോമീറ്റർ മാത്രം മാറി സഞ്ചരിച്ചാലാണ് ഈ ഒരു സ്ഥലമുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ ഗ്യാങ് ഇവിടെ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അത് ഇന്നും നമ്മളെ വാഹനത്തിന്റെ ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ നമ്മുടെ വാഹനത്തിന്റെ ഉൾപ്പെടെ ഫോട്ടോ എടുക്കുന്ന ഒരു സാഹചര്യം വരെ നമ്മൾ ഇന്ന് കണ്ടു.
അത്തരത്തിൽ നമ്മളെ പിന്തുടരുന്ന ഒരു സംഘം ഇപ്പോഴും ഇവിടെ ഉണ്ട്. ഏതായാലും അതിനെല്ലാം ഒരു അറുതി ഉണ്ടാകും. കാരണം ഇവർക്ക് ഭയം കൂടാതെ ഇവിടെ ഇറങ്ങി നടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക, അത് തന്നെയായിരുന്നു നമ്മുടെ ദൗത്യം. ഏതായാലും അത് വിജയത്തിലേക്ക് കടക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം പുതിയ അന്വേഷണ സംഘം വരുമ്പോൾ അത് ധർമ്മസ്ഥല ഇവിടെ വന്ന് കേന്ദ്രീകരിച്ച് ആ അന്വേഷണം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകും. എന്തായാലും ഇനിയുള്ള മണിക്കൂറുകൾ അത് നിർണായകമാണ്. ഇരകളെ സംബന്ധിച്ചിടത്തോളം, ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ഏതെങ്കിലും തരത്തിൽ ഇതിൽ ഇനി ഉന്നത സ്വാധീന ഇടപെടൽ ഉണ്ടാവാതിരിക്കാനുള്ള ജാഗ്രത അവരുടെ ഭാഗത്ത് നിന്ന് ഇനിയും ഉണ്ടാവും തന്നെയാണ് അവർ പറയുന്നത്. ഏതായാലും ഇനി അന്വേഷണം വളരെ പെട്ടെന്ന് തന്നെ, വളരെ താമസം കൂടാതെ തന്നെ ഈ കുഴിച്ച് പരിശോധന ഉൾപ്പെടെ അതാണ് ഇവർ പ്രധാനമായും പറയുന്നത്. അത്തരം പരിശോധനകളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് ഇവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. എന്നാലും അത്തരം നടപടികളിലേക്ക് പോലീസ് കടന്നില്ലെങ്കിൽ വലിയ പ്രതിഷേധം ഇവിടെ സാക്ഷ്യം വഹിക്കുമായിരുന്നു. ഒരുപക്ഷെ നാളെ അത്തരത്തിലുള്ള ഒരു വലിയ പ്രതിഷേധത്തിന് ആക്ഷൻ കമ്മിറ്റി തയ്യാറായിരുന്നു. എന്നാലും അതിനു മുമ്പ് തന്നെ അവർക്ക് സ്വീകാര്യമായ രീതിയിലുള്ള ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നത് വലിയ ആശ്വാസമാണ്. അവർക്കൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വീടുകളിൽ പോലും പോകാതെ ഇതിന്റെ പുറകെ നിരന്തരം പോകുന്ന ഈ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചത്. പലപ്പോഴും ജയന്തിനൊക്കെ ഈ വിളിച്ചാൽ പോലും കിട്ടാത്ത തരത്തിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട് പല രേഖകളും അതുപോലെ തന്നെ പുതിയ പരാതികൾ ഇതുപോലെ ഇവിടുന്ന് പലായനം ചെയ്ത നിരവധി പേരുണ്ട്. അവരൊക്കെ കണ്ടെത്തി ഇവിടെ എത്തിച്ച് ആ ഒരു ഏകോപനം ഒക്കെ കാര്യങ്ങൾ നടന്നിരുന്നു. ഏതായാലും ഇവിടുത്തെ സത്യം ലോകം അറിയണം. എത്രത്തോളം ആളുകൾ ഇവിടെ മരണപ്പെട്ടിട്ടുണ്ട്, അതല്ല ഈ മണ്ണിനടിയിൽ എത്രത്തോളം രഹസ്യങ്ങളുണ്ട്, ഇതിന്റെ കുറ്റവാളികൾ ആരവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഇവർ ആഗ്രഹിച്ചത്. അത് തന്നെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നു വേണം മനസ്സിലാക്കാൻ. ജാഗ്രതയോടുകൂടി ഈ വാർത്താ സംഭവത്തിന് പിന്നിൽ നമ്മളും ഉണ്ടാവുമെന്ന് മാത്രമേ നമുക്ക് ഈ സന്ദർഭത്തിൽ പറയാനാകൂ. ഏതായാലും ആ വലിയ ആത്മവിശ്വാസം ഇപ്പോൾ ഇവർക്ക് വന്നിട്ടുണ്ട്. അത് ഏതായാലും വരുന്ന അന്വേഷണത്തിന് മൊഴി നൽകാനും ഒക്കെ ആളുകൾ മുന്നോട്ട് വരുമെന്ന് തന്നെയാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. അഭിലാഷ്.